السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد. പ്രിയങ്കരായ മജ്ലിസുൽ ഖുർആൻ ശ്രോതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, സൂറത്ത് മുഅ്മിനൂനിലെ 10 വിഷയങ്ങളിൽ രണ്ടാമത്തെ വിഷയത്തിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. സിഫാത്തുൽ മുഅ്മിനീൻ, മുഅ്മിനുകൾക്കുള്ള സിഫത്തുകൾ, അതേപോലെ അവരുടെ അതിനുള്ള സവാബ്, പ്രതിഫലം, ഈ 2 ഭാഗങ്ങളാണ് ആദ്യ വിഷയത്തിലായി 2 ക്ലാസ്സുകളിലായി നമ്മൾ വായിച്ചത്. എന്തായിരുന്നു ഈ 7ഓളം സിഫത്തുകൾ എണ്ണിപ്പറഞ്ഞ് വിശ്വാസികൾക്ക് നൽകപ്പെടുന്ന പ്രതിഫലമായിട്ട് പറഞ്ഞത് എന്ന് പറയാമോ? ജന്നാത്തുൽ ഫിർദൗസ്. ആ ആയത്തൊന്ന് ഓതിയാലോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉലൈക, അതിനു മുമ്പ് ഓതോ. ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. നിത്യവാസികളായി ജന്നാത്തുൽ ഫിർദൗസിൽ, അതാണ് വിജയികളായ വിശ്വാസികളുടെ ഗുണങ്ങളായി, പ്രതിഫലമായി എണ്ണിയിട്ടുള്ളത്. ഏതെല്ലാം ഗുണങ്ങളായിരുന്നു എണ്ണിയത്? 1 ഖാശിഊന, 2 നമസ്കാരത്തിൽ മുഹാഫളത്തുള്ള യുഹാഫിദൂന, പിന്നെ ലഹ്വിൽ നിന്ന് വിട്ടു നിൽക്കുന്ന അനിൽ ലഹ്വി മുഅ്രിദൂന, 4 ലിസ്സകാത്തി ഫാഇലൂന, 5 ഖുറൂജിഹിം ഹാഫിദൂന, 6 അമാനത്തുകൾ നിറവേറ്റുന്നവർ, 7 അഹ്ദിഹിം കരാറുകൾ പാലിക്കുന്നവർ. അല്ലേ? ഇങ്ങനെ 7 വിശേഷണങ്ങൾ വച്ചു. ആ 7 കാര്യങ്ങൾക്ക് പ്രതിഫലമായി ജന്നാത്തുൽ ഫിർദൗസും വിശദീകരിച്ചു. ഓക്കെ, അപ്പോൾ അത് ഓർത്തു വെക്കുക. നല്ല ഒരു നോട്ടാക്കാൻ കഴിയുന്നവർ അത് ചെയ്യുക. ഒരു ലേഖനം, ഒരു എഴുത്ത്, വിശ്വാസികൾ അല്ലെങ്കിൽ ജന്നാത്തുൽ ഫിർദൗസിന് അർഹർ എന്ന് പറഞ്ഞിട്ട് തയ്യാറാക്കാൻ ആരെങ്കിലും ഏറ്റെടുക്കും? ഇപ്പോൾ റെഡിയാവോ? ആരെങ്കിലും ഒരാൾ അങ്ങനെ ഓക്കെ പറഞ്ഞാൽ അവർക്കിപ്പോൾ തന്നെ ആ പണി തുടങ്ങാം. ആരെടുക്കുക? ഇതിൻ്റെ അതൊരു ഒരു ഒരു എഴുത്താക്കി മാറ്റാൻ പറ്റുമെന്ന് നോക്കുമോ? ഒരാളുടെ സഹായം തേടാവുന്നതാണ്. നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു നോട്ട്സ്, ഒരു കുറിപ്പ്, അത് എഴുതുന്ന ഒരാളെ കാണിച്ചിട്ട് ഈ ആശയം വെച്ച് ഇതൊന്ന് ഒരു എഴുത്താക്കി തരുമോ എന്ന് ചോദിച്ചാൽ എഴുതാക്കി തരും. അങ്ങനെ പ്രയാസം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ആരെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യാം. ശരി, നമ്മൾ ഇന്ന് 2ാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. എങ്ങനെയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് എന്നതിൻ്റെ ചില ഭാഗങ്ങൾ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. നമുക്ക് ആദ്യം അത് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖ
ولقد خلقنا الإنسان من سلالة من طين ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون. ഓക്കെ, 16 വരെയുള്ള ആയത്തുകളാണ്. ഒന്നുകൂടെ ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓതോ. ولقد خلقنا الإنسان من سلالة من طين ولقد خلقنا الإنسان من سلالة من طين ثم جعلناه نطفة في قرار مكين ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما
فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. ثم إنكم بعد ذلك لميتون. ثم إنكم يوم القيامة تبعثون. ഓക്കെ, ഈ ആയത്തുകൾ ഒന്നും കൂടെ വായിച്ചു നോക്കൂ ഒന്നിച്ച്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. ഓക്കെ, അത്ഭുതകരമായ മനുഷ്യൻ ഇന്നേ വരെ കൃത്യമായി പഠിച്ച് പൂർണ്ണമായും പറയാൻ കഴിയാത്ത മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവം അല്ലേ? ഇവിടെ എന്തിനാണിത് പറയുന്നത്? എന്ത് എന്തിലേക്ക് ബോധവാന്മാരാക്കാൻ? എന്തിനെ? അള്ളാഹിനെ സൂക്ഷിക്കുക, ഫിർദൗസ് കിട്ടുക. അള്ളാഹുവിൻ്റെ വലുപ്പം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. അതെ. അപ്പൊ ഇതിൽ കഴിഞ്ഞിട്ട് അവസാനം പറയുന്ന രണ്ടായത്തെന്താ? യെസ്, അവിടേക്കാണ് അത് പോകുന്നത്. മനുഷ്യൻ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? അള്ളാഹുവിനെ ഉൾക്കൊള്ളാത്ത, അതുപോലെ പ്രവാചകന്മാരുടെ പ്രവാചകത്വത്തെ അംഗീകരിക്കാത്ത, അതിലൂടെ ആഖിറത്തിനെ കുറിച്ച്, ആഖിറത്തിലെ മനുഷ്യൻ്റെ യഥാർത്ഥമായ പുനർജന്മവും അവിടുന്ന് അങ്ങോട്ടുള്ള അവൻ്റെ രക്ഷാശിക്ഷാ ജീവിതവും ഉൾക്കൊള്ളാത്ത നിഷേധികളുടെ മുമ്പിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ എണ്ണിപ്പറയുന്നുണ്ട് സൂറത്തുൽ മുഅ്മിനൂൻ. അതിലാദ്യം തുടങ്ങുന്ന ഒരു ദൃഷ്ടാന്തം എന്തിനാണ്? മനുഷ്യ, നീ നിന്നെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. നീ എവിടുന്ന് വന്നു, അതിൻ്റെ ഘട്ടങ്ങളും അതിലെ അത്ഭുത പ്രവർത്തനങ്ങളും. അങ്ങനെ നീ മരിക്കും, തിരിച്ച് വീണ്ടും അങ്ങോട്ട് തന്നെ പോകും. മരണമുണ്ട്, എന്നിട്ട് പുനർജന്മവും ഉണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട നിന്നെ, അതുതന്നെ ഇത്രയേറെ പ്രക്രിയകളിലൂടെ സൃഷ്ടിക്കപ്പെട്ട നിന്നെ
നീ മരിച്ചു കഴിഞ്ഞിട്ട് പുനർജന്മം നൽകി കൊണ്ടുവരാൻ അള്ളാഹുവിന് കഴിയില്ലേ എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഒന്നാമതിവിടെ പറയുന്നത്. അതോടൊപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്, അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്ത്, മനുഷ്യ ശരീരത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും അവയവങ്ങളും ഒന്നും ഖുർആൻ എണ്ണി പറഞ്ഞിട്ടൊന്നുമില്ല. അതൊക്കെ നമുക്ക് വൈദ്യശാസ്ത്രം കൃത്യമായി വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഓരോ അവയവങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും സങ്കീർണമായ, അത്ഭുതപ്പെടുത്തുന്ന, ഈ നിമിഷം പോലും നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിസങ്കീർണമായ പ്രവർത്തനങ്ങൾ. ഇതൊന്നും വൃഥാവിലങ്ങ് ഒരാളത് മാത്രമല്ലല്ലോ, കോടാനുകോടി മനുഷ്യരുടെ. റബ്ബന മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിന അദാബന്നാർ. അവിടെ എത്തണം എന്നാണ്. ശരി, ഒരുപാട് നിങ്ങൾക്ക് ഈ ഭാഗവുമായി, ഈ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ തുടക്കവും അവൻ പൂർണ്ണ മനുഷ്യനായി പുറത്തു വരുന്നതും അതിനിടയിലുള്ള അതിസങ്കീർണമായ ഘട്ടങ്ങളുമൊക്കെ വിശദീകരിക്കപ്പെടുന്ന വളരെ കൃത്യമായ ആധികാരികമായ ചെറിയ ചെറിയ വീഡിയോസ് ഉണ്ട്. നമ്മളതിവിടെ ഇത് കാണിക്കാത്തത് കൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത്. അല്ലെങ്കിൽ അതൊക്കെ കാണിച്ചുകൊണ്ട് തന്നെ ചെയ്യാമായിരുന്നു. അത് വേണമെങ്കിൽ നമുക്ക് 2-3 നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അതിനകത്തുനിന്ന് ഈ ആഴ്ചയുടെ പഠനത്തിനിടയിൽ അതൊക്കെ ഒന്ന് കാണുക, വായിക്കുക കേട്ടോ. നമ്മൾ ഈ ആയത്തിലൂടെ മാത്രം തൽക്കാലം ഇപ്പോൾ പോവാണ്. സമയവും പരിമിതം. എനിക്ക് സ്കൂളിൽ നിന്ന് അപ്പോൾ നേരത്തെ പോകാം. ഇന്ന് എനിക്ക് ക്ലാസ് ഉണ്ട്. ഔദു നമ്മളെന്നും ഔദു ഓതാറുണ്ടല്ലോ. ഓ, ഞാൻ നിങ്ങളെ കൊണ്ട് ഓദിക്കലുണ്ടല്ലോ. ഞാൻ ഔദും ബിസ്മി ഓദിച്ചിട്ടേ ഓതലുള്ളൂ. അതായത് ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നാ സൂറത്ത് ഹിജ്റിലാണെന്ന് തോന്നുന്നു ആയത്ത്. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആദ്യത്തിൽ എന്തായാലും എന്ത് വേണം? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ശരണം തേടണം. നമ്മളെന്നും ചെയ്യാറുണ്ട്, ഇന്നും ചെയ്തിട്ടുണ്ട്. ഒന്നും ചെയ്തിട്ടില്ലേ? ഇല്ലേ? സ്വാഭാവികമായിട്ട് ഓതുമ്പോൾ തുടങ്ങലുണ്ട്. ആയിക്കോട്ടെ. എനിക്ക് തോന്നുന്നു ഇന്ന് ഞാൻ എവിടെ ചെയ്തതെന്നറിയോ? ഇന്ന് ചെയ്തില്ല എന്ന് നിങ്ങൾ ഓർക്കാൻ കാരണം, ഇന്ന് വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ എന്നുള്ള മുഅ്മിനൂനിലെ 12ാമത്തെ ആയത്ത് മുതൽ ഓതിയപ്പം ബിസ്മിയെ ഓതിയിട്ടുള്ളൂ. പക്ഷേ അതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരായത്ത് ഓതിയില്ലായിരുന്നോ? അന്നേരം ഔദും ബിസ്മി ഓതിയിട്ടാണ് ഞാനൊരു ഏതതിനായത്ത് ഓതിയ ഓർമ്മയിൽ വരും. അതേതായിരുന്നു ആയത്ത്? പ്രതിഫലം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉലായിക ഹുമുൽ വാരിസൂൻ. അപ്പോൾ ഔദും ബിസ്മി ഓതിയതാണെന്ന് ഞാൻ ഓർക്കുന്നു. അല്ല, അത് നമ്മൾ ഒന്നിച്ചിരിക്കുമ്പോൾ ഒന്നിച്ചായാലും അത് ഉൾക്കൊണ്ടല്ലോ. സംഘമായില്ലേ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നല്ല ചോദ്യമാണ്. അത് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഔദു എന്തായാലും നമ്മൾ ഓതും. ആദ്യത്തെ ഈ സൂറത്ത് ഓതിയില്ല, ഫസ്റ്റിലേ ഓതിയുള്ളൂ. മതി, അത് മതി. ഓരോ സൂറത്തിലേക്കും മാറുമ്പോൾ ഔദു വേണമെന്നില്ല, ബിസ്മി ഉണ്ടായാൽ മതി സൂറത്ത് മാറുമ്പോൾ. യെസ്, വലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി മിൻ സുലാലത്തിൻ മിൻ തീൻ. പറയൂ. വലഖദ്, തീർച്ചയായും, ഖലഖ്ന, നാം സൃഷ്ടിച്ചിരിക്കുന്നു, അൽ ഇൻസാന, മനുഷ്യനെ നാം സൃഷ്ടിച്ചത്, മിൻ സുലാലത്തിൻ, സത്തിൽ നിന്നാണ്. അതെ, എസൻസിൽ നിന്നാണ്, സത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്. മിൻ തീനിൻ, എന്തിൻ്റെ? അതെ, കളിമണ്ണിൽ നിന്നുള്ള സത്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? മനുഷ്യനെ കുറിച്ച്. ഇതേത് മനുഷ്യനാ? മനുഷ്യ സൃഷ്ടിപ്പിന്റെ പരിണാമം പറയുമ്പോൾ പരിണാമം പറയുമ്പോൾ ആരാണ്? കുരങ്ങനല്ല, ആ പരിണാമമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഏത് പരിണാമ? അതായത് മനുഷ്യ സൃഷ്ടിപ്പിന് പരിണാമം ഉണ്ടല്ലോ.
ഒന്ന് മണ്ണിൽ നിന്ന്, രണ്ട് ആദമിൽ നിന്ന്, മൂന്ന് ആദമിൽ നിന്ന് ഹവ്വ. രണ്ടാമത്തെ ഘട്ടം നമ്മളൊരു ഘട്ടം പറയാണ്, അല്ലാതെ വേറൊരു പരിണാമ സിദ്ധാന്തം പറയല്ലേ. മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ഘട്ടം ഇങ്ങനെ പറയാണ്. ഒന്ന് മണ്ണിൽ നിന്ന് ആദം, പിന്നെ മിൻഹ സൗജഹ അല്ലേ, ഖലഖ മിൻഹ സൗജഹ. ഒരു സെക്കൻഡ് സ്റ്റെപ്പ്, ഞങ്ങൾ പരിണാമം എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ്ട. തേർഡ് സ്റ്റെപ്പ് അനുസ്യൂതമായി അങ്ങനെ ബഷറൻ തന്തശിറൂന, നിങ്ങൾ മനുഷ്യരായി ഇങ്ങനെ പിന്നെ ഇങ്ങനെ ആ ഒരു പ്രക്രിയ നടന്നുകൊണ്ട് കഴിയും. ഇവിടെ നിന്ന് അങ്ങോട്ടൊരു പരിണാമം ഇല്ല, അത് ഇലാ യൗമിൽ ഖിയാമ അങ്ങനെ പോവാണ്. ആദമിൻ്റെ അതല്ലെങ്കിൽ പുരുഷൻ്റെ ബീജം സ്ത്രീയുടെ അണ്ടവുമായി ചേരുന്നു. അങ്ങനെയാണ് പിന്നെ എന്താവുന്നത്, മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് ഇങ്ങനെ നടക്കുന്നത്. അതേവിടെയും പറയുന്നുള്ളൂ കേട്ടോ. മണ്ണിൻ്റെ സത്ത് എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. അത് വിരലുകൾക്കിടയിലൂടെ ഇങ്ങനെ ഒഴുകും, അതിൽ നിന്നുള്ള ഒരു പ്രത്യേക തരം ഘടകത്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. സത്ത് എന്ന് മാത്രമല്ല, ഒരുപാട് സ്ഥലത്ത് പല രീതിയിലും കൊട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന ഹമ എന്ന് പറഞ്ഞുകൊണ്ട് പ്രയോഗങ്ങളുണ്ട്. നമുക്ക് 2-3 ആയത്തുകൾ വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട, അതിലേക്ക് കിടക്കും. മണ്ണ് തുറാബ് തന്നെ പറഞ്ഞിട്ടുണ്ട്. മണ്ണിൽ നിന്ന്, മണ്ണിൻ്റെ ഏതോ അത്ഭുതകരമായ ഘടകത്തിൽ നിന്ന്. അതിന് ഗംഭീരമായ ഒരു വീഡിയോ ഉണ്ട്, അതിൻ്റെ വോയിസ് മാത്രം ഞാനിപ്പോൾ കേൾപ്പിച്ചു തരാം. ആ ക്ലാസ് എടുക്കുന്ന ആളുടെ പേര് എനിക്കറിയില്ല. അതിഗംഭീരമായൊരു ക്ലാസ്സാണ്. എനിക്കൊന്ന് നമ്മളെ ഗ്രൂപ്പിലിടുകയും ചെയ്യാം. ആ സമയത്ത് നിങ്ങൾക്ക് ആ മണ്ണിനെ കുറിച്ച് പറഞ്ഞ ഹദീസ് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വിശദീകരണം നമുക്ക് കാണാവുന്നതാണ്. ഞാനിപ്പം വിട്ടുതരാം ഇൻഷാ അല്ലാഹ്. അപ്പം സുലാലത്തിൻ മിൻ തീൻ വലഖദ് ഖലഖ്നാ ആദമ മിൻ തീനിൻ മിൻ ജമീഇൽ അർദ് എന്നാണ്. ഭൂമിയുടെ അഥവാ മണ്ണിൻ്റെ ഗുണഗണങ്ങളെല്ലാം ഉൾപ്പെടുന്ന വിധത്തിലാണ് ആ സത്തിനെ അള്ളാഹു ആക്കിയെടുത്തത്, സത്ത് ആക്കിയെടുത്തത്. മണ്ണിൽ നിന്ന് ഒരു പിടി മണ്ണ് ഇങ്ങോട്ട് എടുത്തിട്ട് അതിൽ നിന്ന് മനുഷ്യനെ എന്നല്ല, എന്നാൽ മനുഷ്യൻ്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളെയും മണ്ണിൻ്റെ സ്വഭാവ ഗുണങ്ങളുമായി നിറത്തിലും അതിൻ്റെ സ്വഭാവത്തിലുമൊക്കെ ആ വിധത്തിൽ മണ്ണിൻ്റെ എല്ലാം ഉൾക്കൊള്ളുന്ന സത്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് പറയുമ്പോൾ അതേതാ സത്തെന്ന് പിന്നെ നമുക്ക് അതിലപ്പുറത്തൊന്നും പോകാൻ കഴിയില്ല. അത്ഭുതകരമായ ഒരു സൃഷ്ടിപ്പ് തന്നെയാണ് നടക്കുന്നത്. മിൻ സുലാലത്തിൻ മിൻ തീനിൻ എന്നാണ് സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അല്ല, അതിനുശേഷം തീർച്ചയായിട്ടും അതിൻ്റെ ഘട്ടം അങ്ങനെ തന്നെയാണല്ലോ, അത് ഗണിക്കാൻ കഴിയില്ല. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ പറഞ്ഞത്. ആദം എന്ന ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ ഇപ്പം നമ്മളൊക്കെ മണ്ണ് തന്നെയല്ലേ. അതെന്തുകൊണ്ടാണ് നമ്മൾ മണ്ണാകുന്നത്? മണ്ണ് തന്നെയാണ് മണ്ണ് നമ്മളൊക്കെ. ആ മണ്ണ് തന്നെയാണ് നമ്മളൊക്കെ. അത് ആരിൽ ആദ്യം സന്നിവേശിപ്പിക്കപ്പെട്ടു? ആദമിൽ സന്നിവേശിപ്പിക്കപ്പെട്ടു. അവിടുന്ന് അതിൻ്റെ തന്നെ തുടർന്നിങ്ങനെ പോവാണ്. ഇനി പറയുന്ന നുത്തുഫത്ത് എന്നതിൽ ഏത് സാധനം ഇൻക്ലൂഡാണ്? ആദമിൽ നിന്നാണ് നുത്തുഫത്ത് വന്നത്. ആ ആദമിൻ്റെ നുത്തുഫത്തിൽ എന്തുണ്ട്? ഓൾറെഡി ആദമിൽ നിന്നുള്ള നുത്തുഫത്താണ്. അപ്പോൾ ആദം എന്താണോ അതിലുണ്ട്. അത് ഞാൻ തരാം. അതാ ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഒരു വോയിസ് ഞാൻ ഇപ്പോൾ കേൾപ്പിക്കാം. ആ സംഭവത്തിലേക്കാണ് പോകണം. അതിൻ്റെ ഇടയ്ക്ക് ഈ ആയത്ത് ആദ്യമാണ് തീരണമെന്ന് വെച്ചിട്ടാണ്. എന്നിട്ട് അതിലേക്ക് ഞാൻ വരാം ഇൻഷാ അല്ലാഹ്. അത് താ ആണ്. അത് താ ആണ്. ആ ബാ എഴുതുന്ന പോലെയുള്ള താ ആണ്. ഇത് എന്താ ചോദിക്കുക? തുയീൻ. അത് ആദമിൽ നിന്ന് എന്നേ പറഞ്ഞുള്ളൂ. അതിൻ്റെ വേറെ ഒന്നും അല്ലാഹു ആലം. ആദമിൽ നിന്ന് നിങ്ങൾ ചോദിച്ചാൽ മാറിപ്പോവരുത്. അങ്ങനെ ഒരു റിപ്പോർട്ട് കാണാം, എന്ന് കാണാം. നിങ്ങൾ ചോദിച്ച മിൻ തുയീൻ എന്നാണ്. മിൻ തീൻ എന്ന് പറയുമ്പോൾ സാധനം മാറിപ്പോവും. പിന്നെ മണ്ണും അത്തിയുമായി പോവും. അത്തിയിൽ നിന്നല്ല മനുഷ്യനെ സൃഷ്ടിച്ചത്.
ശ്രദ്ധിച്ച് അതിലേക്ക് വരാം നമുക്ക്. ഇതാ അപ്പോൾ അതിലേക്ക് വരാണ്. വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ മാറിപ്പോകും. മിൻ തീൻ എന്നിട്ടോ സുമ്മ പറയൂ. എന്നിട്ട് അർത്ഥം അങ്ങനെ പറഞ്ഞാൽ മതി. ജഅൽനാഹു അതിനെ പിന്നീട് നാം ആക്കി എന്താക്കി? നുത്ഫതൻ എന്താക്കി? നുത്ഫത്താക്കി മാറ്റി. നുത്ഫത്ത് മീൻസ് ബീജമാക്കി, ശുക്ല ബീജമാക്കി മാറ്റി. ഫി ഖറാരിൻ മക്കീനിൻ. എന്നിട്ട് അത് എവിടെ പോയി? എവിടെ നിന്നു? ഖറാരിൻ മക്കീനിൻ. മക്കീൻ എന്ന് പറഞ്ഞാൽ അതെ ഒരു ഭദ്രമായ സ്ഥലം. മക്കാന് എന്ന് തന്നെയാണ് മക്കീന്. ഭദ്രമായ ഉറപ്പുള്ള വളരെ സുരക്ഷിതമായ ഒരു ഖറാർ, ഭവനം, താവളം, കേന്ദ്രം, ഒരു സ്ഥലത്ത് അതിനെ എത്തിച്ചു. ഇന്ദ്രിയത്തുള്ളി എവിടേക്ക് പോകുന്ന? ഒരു ഭദ്രമായ മക്കീനായ ഖറാറിലേക്ക്. സുമ്മ ഖലഖ്നാ ബനീഹി പിന്നെ സന്താന പരമ്പരകളെ സൃഷ്ടിക്കുന്നത് മിൻ നുത്ഫ ഹിയ മനിയുർ റിജാൽ അഥവാ പുരുഷൻ്റെ ഇന്ദ്രിയത്തുള്ളിയെക്കുറിച്ചാണ്. തഖ്റുജു മിൻ അസ്ലാബിഹിം അവരുടെ മിൻബൈനി സുൽബി എന്ന് പറഞ്ഞില്ലേ, അവരുടെ അതെ മുതുകല്ലിൻ്റെ ഇടയിൽ നിന്ന്. എന്നിട്ട് അതെന്ത് ചെയ്യുന്നു? ഫതസ്തഖിറു മുതമക്കിന ഫി അർഹാമിൻ നിസാ സ്ത്രീയുടെ ഗർഭാശയത്തിൽ ഗർഭപാത്രത്തിനുള്ളിൽ അത് ഇടം പിടിച്ച്. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ സൂറത്തു സുമറിൽ ഖലഖക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. മിൻ ബഅദി ഖൽഖിൻ 3 അറകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 ഇരുട്ടുകൾ. ദുൽമത്തിൻ സലാസ് എന്ന് നമ്മൾ സൂറത്ത് സുമറിലെ ആദ്യ ഭാഗത്തെ ആയത്തുകൾ പരിശോധിക്കുക കേട്ടോ. മക്കീൻ അത് തന്നെ ഇതായത് ഖറാരി മക്കീൻ. അലം നഖ്ലുക്കും മിൻ മാഇൻ മഹീൻ സുമ്മ ജഅൽനാഹു ഫി ഖറാരിൻ മക്കീൻ. അവിടെ വീണ്ടും വിശദീകരിക്കണം. ഞാൻ അതിന് വേറൊരു ആയത്ത് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം ഇൻഷാ അല്ലാഹ്. അത് ഈ അടുത്തതും കൂടെ പറഞ്ഞിട്ട് അതിലേക്ക് വരാം. ഓർഡറായിട്ട് തന്നെ പോന്നോട്ടെ. അടുത്ത വചനം സുമ്മ ഖലഖ്നൻ നുത്ഫത. പിന്നെ എന്താ സംഭവിക്കുന്നത്? ആ നുത്ഫത്തിനെ നാം എന്താക്കി മാറ്റുന്നു? യെസ് അലഖത്തൻ രക്തക്കൂട്ടമാക്കുന്നു, അതല്ലെങ്കിൽ രക്തപിണ്ഡമാക്കുന്നു. നമ്മൾ ഭ്രൂണം എന്നൊക്കെ ഒറ്റ വാക്കിലൊക്കെ പറഞ്ഞു പോകും അല്ലേ. ഏതായാലും അങ്ങനെയൊക്കെ ആ പദത്തിന് അങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. അതൊരു അട്ട പോലെയെന്നും ഓട്ടിപ്പിടിച്ച് നിൽക്കുന്നത് എന്നും ഒക്കെ ആ പദത്തിന് അർത്ഥമുണ്ട്. അതിനോടൊക്കെ സമാനമായ സ്വഭാവം തന്നെയാണ് ഹലക്കത്ത് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആ ഒരു ഭ്രൂണാവസ്ഥ, അതിൻ്റെ ആദ്യ ഘട്ടം എന്നത് അല്ലേ. 40 ദിവസം 40 ദിവസം 40 ദിവസം അങ്ങനെ 4 മാസം എന്നൊക്കെ പറഞ്ഞ കണക്കുകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഒക്കെ നമുക്ക് ഈ വീഡിയോകളിലൊക്കെ കാണാവുന്നതാണ് വിശദമായിട്ട്. ഖലഖ്നൻ നുത്ഫത അലഖത്തൻ 3 കാര്യങ്ങളോട് പറയുന്നുണ്ട്. ഒന്ന്, നുത്ഫത്തിനെ അലഖത്താക്കി, ഇന്ദ്രിയത്തുള്ളിയെ കേവലം ഒരു തുള്ളിയായുള്ള ഒരു തുള്ളിയിൽ നിന്നുള്ള അനേകായിരം കോടിക്കണക്കിനൊന്ന് പിന്നെ എന്തായി മാറുകയാണ്? ഒരു രക്തക്കട്ടയായി രൂപം മാറുകയാണ്. അത് എന്തുണ്ടാവുള്ളൂ? വളരെ ചെറിയ, പിന്നെ ഒരു പ്രാവുമുട്ടൻ്റെ വലുപ്പത്തിലേക്ക്, പിന്നെയാണ് നമ്മളിങ്ങനെ അതിലേക്ക് ആയത്ത് പോണത്. ഇഞ്ചാതി കോലത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യനായി മാറുന്നത്. കയ്യും കാലും മൂക്കും കണ്ണും ചെവിയും തൊള്ളയും അതിൻ്റെ തൊള്ളൻ്റെ കീറലും അതിൻ്റെ ഇടയ്ക്ക് കുറേ പല്ലും ഇതെന്തൊരു അത്ഭുതം! ഇതെങ്ങനെ, ഇതിൻ്റെ പിന്നിൽ ഒരു ശക്തിയെ നിങ്ങൾ എങ്ങനെ നിഷേധിക്കാൻ കഴിയും എന്നതേ ചോദ്യമുള്ളൂ, വേറൊന്നുമില്ല. ശാസ്ത്രം പഠിപ്പിക്കുകയൊന്നുമല്ല. നമ്മൾ പറയുന്ന ശാസ്ത്രം എന്നതൊക്കെ
ഇത് ഡയറക്റ്റ് ഇങ്ങനെ വായിച്ചു പോകാം. അതിലപ്പുറത്ത് ബാക്കി വായിക്കുന്ന ശാസ്ത്രീയമായ കാര്യങ്ങളൊക്കെ എന്തേ ഉള്ളൂ? മനുഷ്യൻ്റെ എന്തേ ഉള്ളൂ? ഇതിങ്ങനെ വെച്ചിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ ഓരോ ദിവസവും നിരീക്ഷിച്ചുണ്ടായ പഠിച്ചെടുത്ത ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഗൈബിയായിട്ട് നമുക്ക് പറഞ്ഞു തന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇത്. ഇതിനെ മറികടന്ന് വേറൊന്നുമില്ല. ഇനി ഇതിൽ നിന്ന് അങ്ങോട്ടടുത്ത് മനുഷ്യനിങ്ങനെ ആലോചിച്ച് പഠിച്ചിട്ട് കുറേ കാര്യങ്ങൾ പറയും. അത് ഇന്ന ദിവസം ഇന്ന രീതിയിലാണ്, രണ്ടാമത് ഇന്ന രീതിയിലാണെന്ന് പഠിക്കുക, അത് നമ്മൾ ആലോചിക്കുക എന്ന് മാത്രം. അതൊക്കെ ഇവിടെയാണ് എത്തുന്നതെന്ന് അർത്ഥം. പിന്നെന്താന്ന്? ഫഖലഖ്നൽ അലഖത മുദ്ഗ. പറയ് ഫഖലഖ്നൽ മുദ്ഗത അല്ല അലഖത. അപ്പറഞ്ഞ് നുത്ഫത്ത് അലക്കത്തായി. ഇനി അടുത്ത ഘട്ടത്തിൽ ആ അലക്കത്ത് എന്താകുകയാണ്? ആ രക്തക്കട്ട. കേവലം ഒരു രക്തക്കട്ടാന്ന് നമ്മൾ പറയും. പക്ഷെ അതിൻ്റെ ഓൾറെഡി അതിൽ എന്തൊക്കെ ഉണ്ടാവും, എന്തിൻ്റെയൊക്കെ ഉണ്ട്? നമ്മൾ രണ്ട് കണ്ണിൻ്റെ, കൃഷ്ണമണിൻ്റെ, പോളൻ്റെ, പുരികത്തിൻ്റെ, അല്ലേ, അതിങ്ങനെ തുറക്കാനും അടക്കാനുള്ള സംവിധാനത്തിൻ്റെ, മൂക്കിൻ്റെ പാലത്തിൻ്റെ, എല്ലാത്തിൻ്റെയും എന്തതിനകത്തുണ്ടാവും? ഈ ഫസ്റ്റ് മുതൽ തന്നെ പോലെ അള്ളാഹു ആലം. എന്നിട്ട് എന്താവുകയാണ്? അതിനെ, ആ അലക്കത്തിനെ മുതുകത്താക്കി. ആ ചോരക്കട്ടൻ എന്താക്കി? ഒരിറച്ചിക്കൂട്ടം. അന്നേരം എത്ര ഉണ്ടാവും? ഈ ഇറച്ചിക്കൂട്ടം മൊത്തം നേരം അതിൻ്റെ ഉള്ളിലുണ്ടോ? ഇതൊന്നായിട്ട് ഈ 60 കിലോ, ഈ 65 കിലോ ഒന്നിച്ച് ഇനി എല്ലക്കാട് പോയിട്ട് ബാക്കി ഒരു 30 20 ആണെങ്കിൽ ആ 20 കിലോ ഇറച്ചി ഒന്നായിട്ടുണ്ടോ? ഇല്ല. ഒരു ലേശോ, എന്തോ ഒരു എലിമക്കളെക്കാളും കുറവുള്ള ചെറിയൊരിറച്ചി. നിങ്ങൾക്ക് പക്ഷികളെയും കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടില്ലേ? അതൊന്നാലോചിച്ച് നോക്കി. വിരിയാതെയായി പോകുന്ന കോഴിമുട്ടയൊക്കെ പൊട്ടിച്ച് നോക്കുമ്പോൾ അതിനുള്ളിൽ ആ മക്കളാവാനായിരുന്നു എന്നൊക്കെ നമ്മൾ കാണണേ. അതിൻ്റെയൊക്കെ ആദ്യഘട്ടത്തിൽ ഒരു നൂലും അല്ല എന്തോ ഒരു ചെറിയൊരു സാധനം, അതാണ് ഇങ്ങനെ ആയി വരുന്നത്. അപ്പോൾ മനുഷ്യനും അങ്ങനെ തന്നെ. അങ്ങനെ നുത്ഫത്തിനെ അലക്കത്താക്കി, അലക്കത്തിനെ പിന്നെ ഒരു ഇറച്ചി കഷ്ണാക്കി അല്ലെങ്കിൽ ഇറച്ചിക്കൂട്ടമാക്കി, മുദ്ഗതൻ ആക്കി. ഇനിയോ ഫഖലഖ്നൽ മുദ്ഗത ഇളാമ. ആ മുദ്ഗത്തിനെ എന്താക്കി? ഇളാമൻ. എന്താക്കി? എല്ലായി. അപ്പൊ എന്താ എല്ല്? അപ്പം മുദ്ഗത്താണ്. എന്താ മുദ്ഗത്ത്? എന്തായിരുന്നു? അലക്കത്തായിരുന്നു. എന്തായിരുന്നു അലക്കത്ത്? നുത്ഫത്തായിരുന്നു അല്ലേ? അന്നുത്ഫത്തിന്റെ ബേസ് എന്തായിരുന്നു? തുറാബായിരുന്നു. അപ്പൊ എല്ല് മീൻസ് ഇത് ദ്രവിച്ചു പോവൂലേ? ദ്രവിച്ചൂലേ? അതാണ്. അല്ല അതെങ്ങാൻ ദ്രവിച്ചില്ലെന്തോ. ഈ എല്ലും തോലും ഇറച്ചിയൊന്നും ദ്രവിക്കൂലെങ്കിൽ ഈ ഭൂമിന്റെ അവസ്ഥ എന്തായിരുന്നു? മനുഷ്യവാസം സാധ്യമോ? അതുകൊണ്ടാണല്ലോ ചോദിച്ചത്. അലം നജ്അലിൽ അർദ കിഫാത. രണ്ടിനെ അഹ്യാ എൻ്റെ തന്നെ ഒരു സ്പീച്ച് ആ വിഷയത്തിലുണ്ട്. ഇത് മാത്രം പറയുന്ന ഒരു സ്പീച്ചുണ്ട്. അപ്പം അതിൽ മനുഷ്യനെന്നല്ല ഭൂമിയെ പാകതയുള്ളതാക്കി. എങ്ങനെ പാകത? ജീവനുള്ളതിനെയും മരണപ്പെട്ടു പോയവയെയും ഉൾക്കൊള്ളാൻ പാകതയുള്ളതാക്കി. ഇല്ല, ഇവിടെ നിൽക്കാനാവില്ല, ജീവിക്കാൻ കഴിയില്ല, എല്ലാം പ്രയാസമാണ്. അപ്പോൾ അള്ളാഹു നമ്മയൊക്കെ ഇത് ചിന്തിക്കുവാനുള്ള വിശാലത നൽകി അവനിലേക്ക് ചിന്തിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മുദ്ഗത ഇളാമൻ അല്ലേ? എന്നിട്ടോ ഇപ്പോഴെന്തേ ഉള്ളൂ? എല്ലും കഷ്ണം മാത്രമാണ് ഇപ്പോ. ഇനി എന്തൊക്കെയാണ്? ഫകസൗനൽ ഇളാമ ലഹ്മ. ആ എല്ലിനെ പിന്നെ എന്ത് ചെയ്തു? മാംസം കൊണ്ട്
കസൗന. കസ എന്ന് പറഞ്ഞാൽ എന്താ? കിസ എന്നൊക്കെ പറഞ്ഞ എന്താ? കിസ്വത്ത്. കിസ എന്നൊക്കെ പറഞ്ഞ കിസ്വ. കിസ കിസ്വ നമ്മള് പിന്നെ എന്താ പറയാ, തട്ടം അല്ലെ, വിരിപ്പ്, പുതപ്പ്, ഡ്രസ്സ്, ഇതൊക്കെയാണ്. അപ്പോ കസൗന, അതിനെ നാം പൊതിഞ്ഞു. എങ്ങനെ? എന്തുകൊണ്ട്? ലഹ്മൻ. ഇപ്പൊ നമുക്ക് പുറമുള്ളത് എല്ലാം ഇറച്ചിയാണ്. ഇറച്ചി, തോല് ഇറച്ചി. ഓക്കെ. അപ്പോൾ ഉള്ളില് എല്ലിന് നമ്മളെങ്ങനെ ഒരു എല്ലും കൊട്ടാണ് നമ്മളല്ലേ, അങ്ങനെ അടയും ഇവിടെയൊക്കെ ഇറച്ചിക്കൊണ്ടൊക്കെ പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചതാണ്. അല്ലാഹു ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ. അങ്ങനെ അൻശഅനാഹു, നാം അവനെ ഉണ്ടാക്കി. അൻശഅനാഹു, അൻശഅ ഇൻശാ, ഉണ്ടാക്കുക. അൻശഅനാഹു, നാം അവനെ ഉണ്ടാക്കി. എന്താക്കി തീർത്തു? ഖൽഖൻ ആഖർ. വേറൊരു സൃഷ്ടിയായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന്. അതിനാ വേറൊരു സൃഷ്ടി എന്ന് പറഞ്ഞത്? ആദ്യത്തെ അവസ്ഥ എന്തായിരുന്നു? ഒരു രക്തത്തുള്ളി അല്ലെങ്കിൽ ഒരു 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 ഇന്ദ്രിയത്തുള്ളി. ആ ഇന്ദ്രിയത്തുള്ളിയാണ് ഇപ്പോൾ ഈലങ്ങനെ കയ്യും കാലും വെച്ച് നടക്കുന്നത്, ഓടിച്ചാടി നടക്കുന്നത്. സ്വയം പര്യാപ്തൻ മീൻസ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ചലനങ്ങളും എന്തെല്ലാം അത്ഭുതങ്ങൾ. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഓതോ, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇപ്പം നമ്മൾ ശാസ്ത്രീയമായി ഒന്നും എടുത്തു വെച്ചിട്ടല്ല ക്ലാസ്സിൽ പറഞ്ഞത്, ഈ ആയത്ത് മാത്രം വായിച്ചിട്ടേ ഉള്ളൂ. ആയത്തും വാക്കും അർത്ഥവും മാത്രം. ഇനി ഇതിനോട് ചേർത്ത് ഒരുപാട് വിശദീകരണങ്ങൾ നമുക്ക് വായിക്കാവുന്നതാണ്. വായിച്ചേ പറ്റൂ. നമ്മുടെ പരിമിതിയും നമ്മൾ വീഡിയോ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള പരിമിതികളുടെ പേരിലാണ് അങ്ങോട്ട് നമ്മളിപ്പോൾ പോകാത്തത്, സമയപരിമിതിയും. അപ്പോൾ ശുക്ലബിന്ദുവെ രക്തപിണ്ഡമാക്കുകയും രക്തപിണ്ഡത്തെ മാംസപിണ്ഡമാക്കുകയും മാംസപിണ്ഡത്തെ എല്ലുകളായി അസ്ഥികൂടമായി സൃഷ്ടിക്കുകയും അനന്തരം ആ എല്ലുകൾക്ക് നാം മാംസം ധരിപ്പിക്കുകയും അതിനെ ഒരു പുതിയ സൃഷ്ടിയായി മറ്റൊരു വേറെ തന്നെയാണ്, അത് വേറെ ഒരു സൃഷ്ടിയായിട്ട് പുറത്തേക്കെടുക്കുകയും ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല, അഥവാ ഒരു ശക്തി. ആ ശക്തിയാണ് നമ്മൾ അല്ലാഹു എന്ന് പറഞ്ഞ ഇലാഹാകുന്ന ഏകനായ സ്രഷ്ടാവ് എന്ന് പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറയാണെന്ത്? ഇതിവിടെ നിൽക്കൂല, ഇനി വേറൊരു ഘട്ടവും കൂടെ ഉണ്ട്. അതെന്താ ഘട്ടം? അത് ഇവിടുന്ന് മയ്യിത്തൂന. സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിത്തൂൻ. പിന്നെ ഇതിൻ്റെ ഒക്കെ പുറമെ മരിക്കൂട്ടോ, നിങ്ങൾ മരിക്കും. ഞാൻ ആയത്തിലേക്ക് വരെ ഇല്ല, ഖദരിൻ മാലൂം എന്ന് പറഞ്ഞൊരു ആയത്തുണ്ട്. പിന്നെ നിങ്ങൾ മരിക്കും. എപ്പോഴാ മരിക്കുക? രണ്ട് ഖദർ, രണ്ട് സമയം നിശ്ചയിച്ചിട്ടുണ്ട് പടച്ചോന്. അതെ, രണ്ട് സമയം എന്നല്ല, സമയം പറയുമ്പോൾ ഒരുപാട് ഘട്ടങ്ങൾ പറയാനുണ്ട്. ഇപ്പം നുതുഫത്തിനെ അലക്കത്താക്കിയെടുക്കുന്ന ഒരു ടൈമിങ്, ഒരു കാലഘട്ടം. പിന്നെ അലക്കത്തിനെ മുതുകത്താക്കുന്ന ഒരു ടൈമിങ്. അത് ഒരു ഖദർ വരെയുണ്ട്. ഓരോന്നിനും ഒരു ഖദറുണ്ട്. നമ്മളിപ്പം 20 ദിവസം അല്ലെങ്കിൽ 40 ദിവസം എന്നൊക്കെ കാണാം. ആയിക്കോട്ടെ, 40ൻ്റെ ഇടയിൽ ഒരുപാട് ഘട്ടങ്ങൾ ഉണ്ടാവും. നമ്മളെ സംബന്ധിച്ച് അത്ര ഇപ്പം നമ്മൾ കാണുന്ന ചില ഘട്ടങ്ങളിലോ. പിന്നെ മുതുകത്തിനെ ഇളാമാക്കി മാറ്റുന്ന ഒരു ഡ്യൂറേഷൻ, ആക്കി മാറ്റാൻ വരുന്ന ഒരു ഡ്യൂറേഷൻ. പിന്നെ ഒരു കൃത്യമായ ഡ്യൂറേഷൻ എത്തുമ്പോഴാണ് അതെന്താകുന്നത്, അതിനെ വേറെ പിന്നെ ലഹ്മ് കൊണ്ട് അതിനെ ആ ഇളാമിനെ പൊതിഞ്ഞിട്ട് എന്നിട്ട് അതിങ്ങനെ കൊണ്ടുവന്ന് പിന്നെ മനുഷ്യന് അല്ലേ, ഖുർആനിൽ 4 മാസം എന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും 4 മാസമോ അതല്ലെങ്കിൽ ആ സമയമോ ആകുമ്പോൾ ജീവനും നൽകുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവിടുന്ന് അതിങ്ങനെ
കോലം ഓൻ അവിടുന്ന് ഇങ്ങനെ ഓരോ മിടിപ്പുകൾ നടക്കുന്നു. എത്രയാ 1,00,000-ഓളം മിടിപ്പ് നടക്കുന്നു, അല്ലെങ്കിൽ ആ സമയത്ത് അതിനേക്കാൾ കൂടുതൽ മിടിപ്പ് നടക്കുന്നു ഒരു ദിവസം. അങ്ങനെ ഇവനിങ്ങോട്ട് ചവിട്ടി പുറത്തും കൊണ്ട് പോരുകയാണ്. അല്ലാഹു അക്ബർ, അഹ്സനുൽ ഖാലിഖീൻ, തബാറക്കല്ലാഹ്. അല്ലേ? അപ്പോൾ അവിടെ ഒരു ഖദർ മാലൂമുണ്ട്. എവിടെ? മാതാവിൻ്റെ ഉദരത്തിൽ താമസിക്കാനുള്ള ഒരു കാലം. അക്കാലം കഴിഞ്ഞാൽ എന്താ വേണ്? മൂപ്പർ പുറത്തേക്ക് പോവാം. ഇനി ആ പുറത്ത് വന്നാൽ ഇവിടെ നിന്ന് അങ്ങോട്ടും ഒരു ഖദർ മാലൂമുണ്ട്. അതേതാ? മരണം വരെ. അതെന്നാ? നിശ്ചയിക്കപ്പെട്ടത് തന്നെയാണ്. പക്ഷെ എപ്പോഴാ, എന്നാണെന്ന് നമുക്കറിയില്ല. ഇനി മരിച്ചാൽ പിന്നെ അവിടുന്ന് പുനർജന്മം വരെ എന്നുള്ളതും എന്താണ്? ബർസഖിൻ ഇലാ യൗമി യുബഅസൂൻ, പുനർജന്മം വരെ എന്നുള്ള ഒരു കാലമാണ്. അവിടെയും നിശ്ചയിക്കപ്പെട്ട ഒരു കാലമുണ്ട് മനുഷ്യന്. പിന്നെയോ, പിന്നെ നിശ്ചയിക്കപ്പെട്ട കാലം ഏതാ? വരേന്ന് പറഞ്ഞ ഒന്നുമില്ല. പിന്നെ വരേന്ന് പറഞ്ഞ ഒരു എൻഡ് വേണം. പിന്നെ ഒരു വര അല്ല ഉള്ളത്. പിന്നെ അത് ഇത് ഖിയാമത്ത് നാൾ അല്ല, ഞാൻ പറഞ്ഞു. പിന്നെ പുനർജന്മം കഴിഞ്ഞിട്ട് പിന്നെ അനന്തമായതാണ്. പിന്നെ വരെയല്ല, അനന്തമായ കാലഘട്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എന്ത് ചെയ്യട്ടെ? സ്വർഗത്തിൽ ശാശ്വതമായി സന്തോഷം അനുഭവിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഹജ്ജിലെ 5-ാമത്തെ ആയത്ത് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. സൂറത്ത് ഹജ്ജിലെ 5-ാമത്തെ ആയത്ത്. അവിടെയും തുടക്കം തന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. യാ അയ്യുഹന്നാസു ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ്. മനുഷ്യരെ, നിങ്ങൾക്ക് നിങ്ങളുടെ പുനർജന്മത്തെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചതിനെ ഒന്ന് പഠിക്കണം. നിങ്ങൾ ഫഇന്നാ ഖലഖനാകും മിൻ തുറാബിൻ. അവിടെ മണ്ണെന്നേ പറഞ്ഞില്ലേ? ഫഇന്നാ ഖലഖനാകും മിൻ തുറാബിൻ. നിങ്ങൾ നമ്മൾ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ടോ. സുമ്മ മിൻ നുത്ഫത്തിൻ, പിന്നെ അതിനെ ഇന്ദ്രിയത്തുള്ളി. സുമ്മ മിൻ അലഖത്തിൻ, പിന്നെ ചോരക്കട്ടയായി. സുമ്മ മിൻ മുദ്ഗത്തിൻ, പിന്നെ മാംസപിണ്ഡമായി. മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖത്തിൻ ലിനുബയ്യിന ലക്കും. ഇതൊക്കെ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാൻ വേണ്ടിയിട്ട് പറയാം. വനുഖിറു ഫിൽ അർഹാമി. അടുത്തേ, എന്നിട്ട് അതിനെ എവിടെ നിർത്തിയത്? കുറേ കാലം അതെ, ഗർഭപാത്രങ്ങളിൽ അതിനെ നാം വസിപ്പിച്ചു. മാനശാഉ ഇലാ അജലിൻ മുസമ്മ, ഇലാ അജലിൻ മുസമ്മ. അതിനൊരു നിശ്ചിത ടൈമുണ്ട്. ആ ഡ്യൂറേഷൻ വരെ, ആ കാലഘട്ടം വരെയാണ് നിങ്ങളവിടെ നമ്മൾ സമയം തന്നു. എന്നിട്ട് എന്താക്കും? പിന്നെ അവിടെ അങ്ങനെ നിൽക്കാൻ പറ്റുമോ? ഇല്ല. സുമ്മ നുഖ്രിജുക്കും തിഫ്ലൻ, ഒരു കുഞ്ഞനായിട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരും. എന്ത് രസാന്നേരം ഇങ്ങനെ കാണാൻ. ഹൈ അല്ലേ? ഒരു കുഞ്ഞനായിട്ട് അന്ന് വരെ കണ്ടില്ല. ഇങ്ങനെ ഉള്ളിൽ വെച്ച് കൊണ്ടുവരുന്നതാ. ഒരു 9 മാസവും ചില്ലറ, അല്ലെങ്കിൽ 5-8 മാസവും അപ്പുറവും കൊണ്ടുവന്നിട്ട് എല്ലാവരും ഇങ്ങനെ കാത്തിക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി പിന്നെ ഒരു ഒച്ചയൊക്കെ കേട്ട് ഓടി വന്ന് കാണുകയാണ്. ഇതുവരെ ഏതൊക്കെ സാധനം? ഇന്ദ്രിയത്തുള്ളി ആയിരുന്നു ഒരു പക്ഷേ കണ്ടത്. പിന്നെ ആ ഇന്ദ്രിയത്തുള്ളിന് കാണുന്നത് ഏത് കോലത്തിലാ? പഠിച്ചോനെ അല്ല നമ്മൾ കാണുന്നതോ. പിന്നെ നമ്മൾ കുറച്ചു ദിവസം കാത്തു നോക്കുമ്പോൾ കണ്ടെന്താ? വിളവത്തിയായ ഒരു സാധനം. അങ്ങനെ അമ്മൻ്റെ മാതിരി തന്നെ മൂക്ക്, വല്യമ്മൻ്റെ ചെവിയാ, ആ കോലത്തിൽ. അതുണ്ട്, അത് വേറെ ഉണ്ട്, അതിവിടെ തന്നെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു വല്ലാത്തൊരു സംഭവമാണല്ലേ. നമ്മൾ ആരൻ ഹൽ അതാലൽ ഇൻസാൻ ഹീനും മിനദ്ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറ. ഒന്നും ആയിരുന്നില്ലല്ലോ മനുഷ്യൻ. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ. അവിടെ നുത്ഫത്തിൻ അംശാജിന്നേ പറഞ്ഞുള്ളൂ, തുറാബ് എന്നുള്ളത് അല്ലേ? നുത്ഫത്തിൻ അംശാജി നബ്തലീഹി, ഒരു പരിശോധന, പരീക്ഷണം തന്നെയാണ്, ഒരു ഇബ്തില തന്നെയാണ്. നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ. ഓൻ എന്ത് കൊടുത്തു? കേൾക്കാൻ കൊടുത്തു. നമ്മൾ വേഗം എന്താ ചെയ്യൽ? കിട്ടിയാല് കേൾപ്പിക്കലാണ്. അതെ, സംആണ് ആദ്യം ഉള്ളത് മനുഷ്യന്.
സമീഅൻ ബസീറൻ. കുറച്ച് കഴിഞ്ഞിട്ടേ എന്താക്കുള്ളൂ? കണ്ണ് തുറന്നുള്ളൂ, കണ്ണ് തുറക്കുള്ളൂ. സമീഅൻ ബസീറൻ. ആദ്യം കേൾവി മനുഷ്യന് ഉള്ളിൽ നിന്ന് തന്നെ കേൾവി കൊടുത്തു, പിന്നെയാണ് അവന് കണ്ണ് തുറക്കലും കാര്യങ്ങളും ഒക്കെ. സമീഅൻ ബസീറൻ. പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. ഓക്കെ, സമയം പരിമിതം. അപ്പോൾ ഇലാ അജലി മുസമ്മ സുമ്മ നുഖ്രിജുക്കും തിഫ്ല ലിതബ്ലുഗു അശുദ്ധക്കും. എന്നിട്ടോ വമിൻകും മൻ യുതവഫാ. വേഗം തന്നെ ഓണോരുണ്ട് നിങ്ങളെ കൂട്ടത്തിൽ. വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമുർ. ചിലരെന്താവും? അങ്ങനെ പോകും. എന്താ നിങ്ങൾ പോവാത്തതെന്ന് ചോദിക്കേണ്ടി വരും. അങ്ങനെ പോകും ചില ആൾക്കാർ, കുറേ കാലം പോവും. എത്രത്തോളം പോകുന്നറിയോ? നമ്മളങ്ങനെ ചിന്തിക്കരുത്. എത്രത്തോളം പോവാ? അള്ളാഹ് പറയാ അല്ലി കൈല യഅലമ മിൻ ബഅദി ഇൽമിൻ ഷൈഅൻ. ഒന്നും അറിഞ്ഞൂടാത്ത കോലത്തിൽ നല്ല ഇൽമും കാര്യവും ഒക്കെ ഉണ്ടായിരുന്നു. വയസ്സായി ഇപ്പം ചോദിച്ചത് തന്നെ ചോദിക്കുക, പറഞ്ഞത് തന്നെ പറയുക. ആരോടാണെന്നൊന്നുമില്ല, കണ്ടോരൊക്കെ ചീത്തറിയുക. കണ്ടോരൊക്കെ ചീത്തറിയുക. ഏതുപോലെ? ചെറിയ തായ്പങ്ങൾ കണ്ടില്ലേ? വർത്താനമൊക്കെ പറയാൻ ഇങ്ങനെ ഒന്നുകൊണ്ട് തുടങ്ങിയപ്പോൾ റോഡുമ്പോൾ കൂടി ഇടയിൽ കൂടി പോകണോണ്ട് എന്താണോ? ആര് ചോദിച്ച്? ഇടയിൽ കൂടി പോകണം. നമുക്ക് പോലും പരിചയമില്ലാത്ത ആദ്യമായിട്ട് അതിലെ പോകണ ഒരുത്താൻ ഒരാളെ, ഒരു പ്രായമുള്ള നല്ല താടിയൊക്കെ ഉള്ള ഒരാളെ കണ്ടപ്പോൾ നമ്മളെ ഈ നൊത്തുഫത്ത് അലക്കത്തായി മുതുകത്തായി ഇളാമായി അതിനെ എല്ലുകൊണ്ട് കൊണ്ട് പൊതിഞ്ഞ് അലർച്ച കൊണ്ട് പൊതിഞ്ഞ് പിന്നെ അങ്ങോട്ട് പുറത്തൊക്കെ ഇറങ്ങി ഭർത്താൻ പറയാൻ തുടങ്ങിയപ്പോൾ റോഡുമ്പോൾ കൂടി നമ്മളെ മുറ്റത്തൂടി ഇടയിൽ കൂടി പോണ ആളെ കണ്ടപ്പോൾ കൊലയിൽ എന്തായിടോ വന്നു ഏതോ ഒരാളോട്. ഇത് തന്നെ അത്രയും ഓർമ്മ ഉണ്ടാവും. എപ്പോൾ? വയസ്സായാലും. വയസ്സായാലും എന്തിനാ വന്ന്? ആരോട് ചോദിക്കൂ? മോനോട് തന്നെ ചോദിക്കൂ. ഇനി ഏതാ? എന്നെ എനിക്ക് മനസ്സിലായില്ലല്ലോ, ഇനി ആരാണ് എന്ന് ചോദിക്കും. ആരെങ്കിലും വന്ന് അടുത്ത് നിന്നാൽ പറയൂ, പുറമുള്ള ആരെങ്കിലും വന്നാൽ പറയൂ, മോളെ എനിക്ക് എന്തെങ്കിലും വെള്ളം എടുത്തുണ്ട്, ഇതുവരെ ഇന്നൊരൊറ്റ ഇറക്ക് വെള്ളവും എനിക്ക് ഇവിടുന്ന് തന്നില്ല. പടച്ച റബ്ബേ, അന്നേരവും സ്കൂളിൽ മുക്കി കൊടുത്തയക്കും. പക്ഷെ എന്താ പറയുക? ഒരിറക്ക് വെള്ളം എനിക്ക് ഇതുവരെ വരാലും തന്നില്ല, ഞാനെന്താ ആകുകയ്ക്കുമെന്ന്. അതെ, ഇലാ അർദലിൽ ഉംർ ലിക്കൈ ലാ യഅലമ. ഒന്നും അറിയാത്തൊരവസ്ഥയിലേക്ക് പോവുക. പിന്നെ മുട്ടുകുത്താൻ തുടങ്ങും, പിന്നെ കമ്മെടുക്കാൻ തുടങ്ങും, ഇങ്ങനൊക്കെ ആവും. പിന്നെ അനങ്ങാൻ പറ്റാണ്ടാവും, പിന്നെ കിടന്നിടത്ത് തന്നെ മൂത്രമൊഴിക്കും, പിന്നെ ശോധന നടക്കും ഒക്കെ അവിടെ. അള്ളാഹു നമ്മയൊക്കെ മറ്റൊരാൾക്കും പ്രയാസമില്ലാത്ത അവസ്ഥയിലൂടെ കൊണ്ടുപോയി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പോൾ ആ നിലയിലേക്ക് എന്നിട്ട് മനുഷ്യൻ എന്തുകൊണ്ട് പിന്നെ കൃത്യമായി നുഅമ്മിർഹു നുനക്കിസ്ഹു എന്നൊരായത്തുണ്ട് യാസീനിൽ അല്ലേ? വമൻ നുഅമ്മിർഹു നുനക്കിസ്ഹു ഫിൽ ഖൽഖ്. ഓനെ ആദ്യത്തോ ഇങ്ങനെ നേരെ അങ്ങോട്ട് തിരിച്ചിടുമെന്ന്, നേരെ അങ്ങോട്ട് തിരിച്ചിടും. ചെറുപ്പത്തിൽ നമ്മളോട് ഇങ്ങനെ ചെറിയ മക്കൾ വാപ്പനോട് ഇങ്ങനെ ചോദിക്കാനോ എത്രയോ പ്രാവശ്യം ചോദിക്കാനോ അല്ലേ? എത്രയോ പ്രാവശ്യം ചോദിച്ച കാര്യം തന്നെ. വയസ്സാകുമ്പോൾ ഇത് അതേ മോനോട് ബാപ്പ വയസ്സായി തിരിച്ചിങ്ങനെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കും. അതൊക്കെ ഒരുപാട് ഒരു പ്രതിഭാസം തന്നെ മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ പറയണം. എന്നിട്ട് അവിടെ ഇങ്ങനെ പറഞ്ഞു വതറൽ അർള ഹാമിദതൻ അൻസൽനാ അലൈഹൽ മാ ഇഹ്തസത്. അങ്ങനെ ആ ഭൂമിയെക്കുറിച്ച് ആ കൂട്ടത്തിൽ തന്നെ ചേർത്ത് പറയുന്ന ഒരു ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് നമുക്കത് ആ ഭാഗം അവിടെ അവസാനിപ്പിക്കാം. പിന്നെ ഞാൻ ആ ഒരു ഹദീസ് പറയാം. ഇന്നല്ലാഹ ഖലഖ ആദമ മിൻ ഖബ്ദത്തിൻ ഖബ്ദഹാ മിൻ ജമീൽ അർദ് ഫജാഅ ബനു ആദം അലാ ഖദ്രിൽ അർദ്. മണ്ണ് പോലെ തന്നെയാണ് മനുഷ്യനും എന്ന് പറയേണ്ട ഒരു ഭാഗമുണ്ട്. മനുഷ്യൻ തീർച്ചയായും അള്ളാഹു ആദമിനെ സൃഷ്ടിച്ചത് ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എടുത്ത ഒരു പിടി മണ്ണിൽ നിന്നാണ് എന്നർത്ഥം. അങ്ങനെ ആ മണ്ണിൻ്റെ നിറത്തിൻ്റെയും പ്രകൃതിയുടെയും തോതും സ്വഭാവവും അനുസരിച്ചുള്ള സന്തതി പരമ്പരയാണ് ആദമിനുണ്ടാകുന്നത് എന്നർത്ഥം. അങ്ങനെയാണ് അവരിൽ ചുവപ്പും വെളുപ്പും കറുപ്പും നിറമുള്ളവരും അതിനിടയിൽ നിറത്തിൽ ഏറ്റക്കുറവുള്ളവരും ഉണ്ടായത്. അതേപോലെ ആ മണ്ണിൻ്റെ പ്രകൃതി അനുസരിച്ചുള്ള സരള സ്വഭാവക്കാരും പരുക്കൻ സ്വഭാവക്കാരും നല്ല പ്രകൃതിയുള്ളവരും ദുഷ്ടപ്രകൃതിയുള്ളവരും ഒക്കെ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞിട്ട് ഇമാം തുർമുദീൻ്റെ പിന്നെ ഒരു ഹദീസിൻ്റെ ഭാഗമാണ്, ആശയാണ് കേൾപ്പിച്ചത് കേട്ടോ.
അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് വിശദീകരിക്കേണ്ട, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ആ ഹദീസിൻ്റെ വിശദീകരണങ്ങളുണ്ട്. പിന്നെ ആദ്യഘട്ടം ഭ്രൂണമായി, പിന്നെ രണ്ടാം ഘട്ടം അത് രക്തക്കൂട്ടമായി, പിന്നീട് അത് മാംസക്കൂട്ടമായി, പിന്നെ അതിൽ പിന്നെ ആത്മാവൊക്കെ സന്നിവേശിപ്പിക്കപ്പെട്ട് ഒരു മനുഷ്യനായിട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് വരികയാണ്. അവിടെ നമ്മൾ ഖുർആനിലെ കുറേ ആയത്തുകളൊക്കെ ആലോചിക്കുക. മനുഷ്യൻ്റെ മസ്തിഷ്കത്തെക്കുറിച്ചും ഹൃദയത്തെക്കുറിച്ചും രക്തക്കുഴലുകളെക്കുറിച്ചും DNA-യെക്കുറിച്ചും ആമാശയത്തെക്കുറിച്ചും എല്ലാം ഒന്ന് ആലോചിച്ച് നോക്കുക. ഏത് നിറത്തിലുള്ളത് കുടിച്ചാലും ഒരേ നിറത്തിൽ, അല്ലെങ്കിൽ അതിലെ വേണ്ടാത്തതൊക്കെ പുറത്തേക്ക് ഒഴിച്ചു വിടാനുള്ള പൈപ്പ് സംവിധാനങ്ങളും അവിടെ വൃത്തികേടാവാത്തതും. നമ്മൾ ഈ പിന്നെ മലമൂത്ര വിസർജനം നടത്തിയാൽ ശൗച്യം നടത്തുന്നത് ഉള്ളിൽ കങ്ങാൻ പോയി ശൗച്യം നടത്താറുണ്ടോ? ഇല്ല. എന്നാലോ അതിൻ്റെ ഉള്ളിൽ സ്വയം ശുദ്ധീകരണം നടന്നില്ലെങ്കിലോ വണ്ടിൻ്റെയൊക്കെ പോയക്കോയിലൊക്കെ നിങ്ങൾ പോയക്കോയിൽ അക്കോലത്തിലെങ്ങാനും മനുഷ്യൻ്റെ അവസ്ഥ ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അപ്പോൾ അതിനുള്ളിലൊക്കെ നടക്കുന്ന പിന്നെ സ്വാഭാവികമായ പ്രവർത്തനങ്ങൾ എത്രത്തോളമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളോട് വെറുതെ ഒന്നുമല്ല ഗുഫ്രാനൊക്കെ പറയാനും പ്രാർത്ഥിക്കാനും ശുക്ർ ചെയ്യാനും ഒന്നും പറഞ്ഞത്. നമ്മൾ രാത്രി കണ്ട് കിടന്നുറങ്ങി രാവിലെ എണീച്ചാൽ സുഖസുന്ദരമായി അങ്ങ് പോകുന്നുണ്ടെങ്കിൽ എന്തൊരു സമാധാന പടച്ചോനെ അത് നൽകുന്ന ഒരു ആശ്വാസവും സുഖവും എന്താ. എന്നാൽ അല്പമെങ്കിലും ഇടക്കിടക്ക് തകരാറുകൾ വരുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടുണ്ടായതാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട്. നമ്മൾ ഇന്നലെ തിന്നെന്തോ ഒന്നിൻ്റെ, ഇന്നലെ കുടിച്ചെന്തോ ഒന്നിൻ്റെ തകരാറാ. അപ്പോൾ അതൊക്കെ നമ്മളെ അള്ളാഹു തന്നെ പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ എല്ലാ നിലയിലും നമ്മൾ ആലോചിച്ച് നോക്കുക. പിന്നെ നമ്മളെ വിശദീകരിക്കുമ്പോൾ ഒരുപാട് സമയങ്ങൾ വേണം. ഒരു മിനിറ്റിൽ 70 തവണ, ഒരു ദിവസം 100,000-ഓളം തവണ മിടിപ്പ് നടക്കുന്ന, ആ മിടിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് പമ്പിങ് നടക്കുന്നത്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആക്കിക്കൊടുക്കുക. വല്ലാത്തൊരു അത്ഭുതം തന്നെ നമ്മളെ ഈ നടപ്പേ. നമ്മളെ ഈ ഇരിപ്പും ചിന്തയും നടപ്പും യാത്രയും പ്രവർത്തനങ്ങളും ഒക്കെ ഭയങ്കര അത്ഭുതം തന്നെ. നമ്മൾ പറയും നമ്മളെ വണ്ടീൻ്റെ സ്റ്റയറിങ് താഴോട്ട് കൊണ്ടുപോയത് ഒരു വള്ളിമല, ഒരു വള്ളിമല. നിങ്ങളാലോചിച്ച് നമ്മൾ ഉണ്ടാക്കുക തന്നെ അങ്ങനെ ഉണ്ടാക്കിക്കേ. നമ്മളെ വണ്ടി സ്റ്റയറിങ് ഇല്ലേ 100 കിലോമീറ്റർ വേഗതയിലൊക്കെ ഇങ്ങനെ വളച്ച് ഓടിച്ചും കൊണ്ട് വരുമ്പോൾ ആ വള്ളി ആലോചിച്ചൊക്കെ, ഒരു വള്ളിയാന്ന് ആലോചിച്ചാൽ 100-ലല്ല 10-ലും കൂടി ഓടാൻ ധൈര്യം ഉണ്ടാവില്ല. വണ്ടീൻ്റെ എല്ലാ സംവിധാനങ്ങളും ആലോചിച്ച് നോക്കിയാൽ 20 കിലോമീറ്റർ വേഗതയിലും കൂടി ഓടാൻ നമുക്ക് ധൈര്യം ഉണ്ടാകില്ല. ഇതാലോചിച്ച് നോക്കൂ. നമ്മളെ ശരീരത്തിലെ ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ചും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. രക്തക്കുഴലിൻ്റെ നീളം എത്രയാണ് എന്ന് ആലോചിച്ച് നോക്കൂ. 96,560 കിലോമീറ്റർ നീളമുണ്ടെന്ന് ഒരു കണക്ക് ഞാൻ വായിച്ചേ. 96,560 കിലോമീറ്റർ നീളമാണ് നമ്മുടെ രക്തക്കുഴലുകൾ. നമ്മുടെ ഭൂമിൻ്റെ ചുറ്റളവ് എത്രയാണെന്നൊന്ന് പരിശോധിച്ച് നോക്കുക. അപ്പം മനസ്സിലാകുന്ന പറഞ്ഞത് ഭൂമിയേക്കാൾ 2 ഇരട്ടി നീളമുണ്ട്. ചുറ്റളവിനേക്കാൾ 2 ഇരട്ടി നീളമുണ്ട്. ഇതിൻ്റെ ഉള്ളിലെ മണ്ണാകുന്ന ശരീരത്തിലൂടെ രക്തക്കുഴലുകൾ, അതിൻ്റെ നീളം മണ്ണാകുന്ന ഭൂമിയുടെ ചുറ്റളവിനേക്കാൾ ഇരട്ടിയുണ്ട് എന്ന് പറയുമ്പോൾ ഇതൊന്ന് നൂർത്തിയേക്കാൻ പറഞ്ഞാൽ നമ്മൾ ഏടാ നൂർത്തിയേക്കുക? ഏടാ സ്ഥലം ഉണ്ടാകുക? നമ്മളെ ബ്രെയിനിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക. അതിൻ്റെ വെയിറ്റ് ആലോചിച്ച് നോക്കുക. അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന, മസ്തിഷ്കത്തിൽ നിന്ന് പുറത്തു വരുന്ന കരണ്ട്, ബൾബ് കത്തിക്കാൻ മാത്രം പവറുള്ള സംഗതി ഇവിടെ നമ്മുടെ മസ്തിഷ്കത്തിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തെല്ലാം DNA-യെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് അത്ഭുത പ്രതിഭാസങ്ങൾ. അങ്ങോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല, സൂചനകൾ മാത്രം. ഇനി അതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ കയ്യിലുള്ള നല്ല വീഡിയോസ്, ആധികാരികമായ ഷോർട്ട് വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ പോസ്റ്റ് ചെയ്യാവുന്നതാണ്? നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ആഴ്ചത്തെ പഠനവുമായി ബന്ധപ്പെട്ട അറിവുകൾ തിരിച്ചറിവിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? അധിക വായനയ്ക്ക് വേണ്ടി ഗ്രൂപ്പിലിടാം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സമയം അതിക്രമിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ ഭംഗിയായി പഠിക്കാനും ഇപ്പോൾ വായിക്കുന്ന സൂറത്തുൽ മുഅ്മിനൂനിലൂടെ കൃത്യമായി ആശയങ്ങളെ മനസ്സിലാക്കിയെടുക്കാനും
അത് എന്തിനാണോ ഓരോ ആയത്തുകളും അവതീർണമായത് അതിലേക്ക് ചിന്തയെ എത്തിക്കുവാനും അള്ളാഹു നമ്മെ എല്ലാവരെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്നിട്ട് അവനെ അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിച്ച അർത്ഥത്തിലേക്ക് ചിന്തിച്ച് അള്ളാഹുവിനെ ഉൾക്കൊണ്ട് തൗഹീദുള്ളവരായി ജീവിച്ചു മരിക്കുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലം അലാ അഷ്റഫിൽ മുർസലീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.